ഹായ് ഹലോ നമസ്തേ. സിംപ്ലി മിത്രൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നവംബർ മാസമാണ്. തണുപ്പ് തുടങ്ങാനുള്ള വലിയ പ്രശ്നം എന്താ വെച്ചാൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകും. കാണാം, നമുക്ക് ലിപ്പൊക്കെ ഡ്രൈ ആയി ഉണങ്ങിപ്പോയിട്ടുണ്ട്. മേലൊക്കെ ചൊറിഞ്ഞ് വരുന്ന പോലെ ഒരു ഫീലിംഗ് ചില ആൾക്കാർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാലിൻ്റെ പിറകുവശത്തൊക്കെ പൊട്ടൽ, കാൽപാദത്തിൽ പൊട്ടലൊക്കെ സംഭവിക്കാറുണ്ട്. ഉള്ളംകൈയിൽ ചില ആൾക്ക് പൊട്ടുന്നുണ്ട്, നമ്മളെ കൈൻ്റെ ഉൾഭാഗത്ത് പൊട്ടലുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പൊതുവെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെഡിക്കൽ ഷോപ്പുകളിൽ പോവും, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ട് നാച്ചുറലായി നമുക്ക് വീട്ടിൽ തന്നെ ലിപ് ബാമും മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻ റിപ്പയറും ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് തേനീച്ചക്കൂട്. ഇത് തേനൊക്കെ കുടിച്ച് തേനീച്ചകൾ കളഞ്ഞു പോയ കൂടാണ്. എൻ്റെ ഏട്ടൻ്റെ മകളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, മരുമകൻ കൊണ്ടു തന്നത്. തേനീച്ചയൊക്കെ പോയ ശേഷം ഉണ്ടായ കൂടാണിത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയം വരാം, നമുക്ക് ഈ തേനീച്ചക്കൂട് എവിടെ നിന്ന് കിട്ടും? ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സുലഭമായി വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് തേനീച്ചക്കൂട് അല്ലെങ്കിൽ ഹണി വാക്സ്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അടുത്തായി നമുക്ക് വേണ്ടത് തേങ്ങെണ്ണയാണ്. ഈ എണ്ണയിലാണ് നമ്മൾ ഈ ഹണി വാക്സിനെ മെരുക്കാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ലിപ് ബാമിനുള്ള നാച്ചുറൽ കളർ തരുന്ന ഒരു സംഭവമാണ് ബീട്രൂട്ട്. ഇത് ലെമൺ ഗ്രാസ് ഓയിലാണ്. മോയ്സ്ചറൈസർ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചേർക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കുന്നതിനൊട്ട് മുമ്പ് നമ്മൾ ഇതിൻ്റെ ലിങ്ക്, ഹണി വാക്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ട് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യമായി നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബൗളാണ് ഇത്, നല്ല ഡ്രൈ ബൗളാണ്. ഇതിലോട്ട് നമുക്കിനി ഈ ഹണി വാക്സിൻ്റെ കഷ്ണങ്ങൾ ചെറുതായി മുറിച്ചിടാം. അപ്പോൾ ലിപ് ബാമിന് എടുക്കുന്ന സമയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമാതിരി ഡാർക്ക് കളറുള്ള ഭാഗം ഒഴിവാക്കാം. കഴിവതും വെള്ള കളറുള്ള ഭാഗം മുറിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഹണി വാക്സിൻ്റെ വെളുത്ത ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ട്. ലിപ് ബാമിന് കുറച്ചേ മതിയാവും. ഇത് നമുക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഉരുക്കാൻ വേണ്ടി നമുക്ക് തേങ്ങെണ്ണൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മുങ്ങുന്നത്ര തേങ്ങെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് സമയം മാറ്റി വെക്കാം. അപ്പോൾ ലിപ് ബാമിന് കളർ നൽകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം തൊലി ചെത്തിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഗ്രേറ്ററിൽ ഒന്ന് ചുരണ്ടി എടുക്കാം. ഗ്രേറ്ററില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയിലിട്ടും എടുക്കാവുന്നതാണ്. ഗ്രേറ്ററിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് ഊറ്റിക്കളഞ്ഞാൽ ബാക്കിയുള്ള സംഭവം നമുക്ക് സലാഡിലേക്ക് ഉപയോഗിക്കാം, അതുമാതിരി തോരൻ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നീര് മാത്രം വേണ്ടത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തരിയോ മറ്റോ ഉണ്ടോയെന്നൊന്ന് നോക്കണേ. തരിയൊന്നുമില്ല, നല്ലോണം അരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ സംഭവം ഇത് ഉച്ചക്ക് തോരൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസിലെടുത്ത് പോവാം. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് ഗ്യാസിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കാം. ഇത് നല്ലോണം വറ്റി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഹണി വാക്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹണി വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങൾ ഗ്യാസിൽ വെച്ചുകൂടാ. ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുമാതിരി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഹണി വാക്സ് ഒരുക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം. ബീട്രൂട്ട് ജ്യൂസിന് നല്ലവണ്ണം തിള വന്നിട്ടുണ്ട്. ഇത് കുറുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ കുറുക്കിയെടുക്കാം. നമ്മൾ ഹണി വാക്സിഡ മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മെൽട്ടായി, ഏകദേശം മെൽട്ടായി കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. ഇതും കൂടി ഒന്ന് മെൽട്ടായി കിട്ടണം. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്, ഡ്രൈ ആവാൻ തുടങ്ങി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഇത് പെട്ടെന്ന് അരിച്ചെടുക്കാം. മാക്സ് മെൽട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോകും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അരിച്ചെടുത്ത ഹണി വാക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു ഡ്രോപ്പായി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പോലെ എത്ര പെട്ടെന്നാണ് ഇത് ഉറച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒട്ടും വിഷപദാർത്ഥങ്ങളൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് നമുക്കിവിടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ചു വെച്ചാൽ ഒരു 3 മാസം വരെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ്. കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് ഒരു പേടിയില്ലാണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടുത്തായി നമുക്ക് മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻ റിപ്പയറും ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ലിപ് ബാം ഉണ്ടാക്കിയ അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചേറെ, രണ്ടും കൂടി ഒന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചേറെ ഹണി വാക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് മുങ്ങുന്നത്ര തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഹണി വാക്സ് ഒരുപാട് സ്കിൻ കെയർ ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഹണി വാക്സിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഫേസ് ക്രീമുകളും ലിപ് ബാമുകളും ഫേഷ്യൽ ക്രീമുകളും എല്ലാം ഹണി വാക്സാണ് അതിനൊക്കെ ഒരു ബേസ് പ്രോഡക്റ്റ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നനഞ്ഞ് വരട്ടെ, എണ്ണയിൽ കുതിരട്ടെ. ശരിക്കും ഹണി വാക്സ് തേങ്ങെണ്ണയിൽ നല്ലോണം കുതിർന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലിപ് ബാം തയ്യാറാക്കിയ അതേ മെത്തഡിൽ നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇത് ആവശ്യത്തിന് മെൽട്ടായിട്ടുണ്ട്. പക്ഷേ ഡാർക്ക് കളർ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേസ്റ്റ് കൂടുതലായി കിട്ടും. ഇത് നമുക്കിപ്പോൾ 2 വേറെ വേറെ ബൗളിലേക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഹണി വാക്സിൻ്റെ ലിക്വിഡ് 2 പാത്രങ്ങളിലായി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മോയ്സ്ചറൈസറിന് വേണ്ടി തയ്യാറാക്കാം. മോയ്സ്ചറൈസർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു 2 തുള്ളി ലെമൺ ഗ്രാസ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇത് ലെമൺ ഗ്രാസ് ഓയിൽ ഫ്ലേവറിന് മാത്രമല്ല സ്കിൻ കെയറിന് നല്ലതാണ്. അപ്പോൾ ഒരു അത്ര അധികം വേണ്ട, ഒരു 2-3 തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് പിടിക്കണം. ഈ ഓയിൽ നമുക്ക് മോയ്സ്ചറൈസറായി യൂസ് ചെയ്യാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് തേച്ച് നല്ലോണം ഒന്ന് മസാജ് ചെയ്താൽ സ്കിന്നൊക്കെ സ്മൂത്തായി വരും. ഡ്രൈ സ്കിന്നൊക്കെ മാറിക്കിട്ടും. മുഖത്തും കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഇത് നമുക്ക് കയ്യിൽ കാലിലൊക്കെ തേച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ കൊതുകും കടിക്കില്ല. വെച്ചാൽ ഇതിൽ ലെമൺ ഗ്രാസ് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആണുങ്ങൾക്ക് ഷേവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആഫ്റ്റർ ഷേവ് ക്രീമായി പോലും യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഗുണങ്ങളോട് കൂടിയ ഈ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ക്രീം നിങ്ങളും തയ്യാറാക്കി നോക്കണേ. നമുക്ക് മാറ്റി വെക്കാം. അടുത്ത ഇത് ഡ്രൈ സ്കിൻ റിപ്പയർ. ചളി സമയത്ത് ഈ തണുപ്പ് കാലങ്ങളിൽ പലർക്കും
നമ്മളെ കാൽപാദങ്ങൾ പൊട്ടും, അതുപോലെ തന്നെ ഉള്ളം കയ്യിൽ പൊട്ടലൊക്കെ വരാറുണ്ട്. ആ സമയത്ത് ഇതൊന്നും ചേർക്കാത്തതാണ്. ഇത് ലെമൺ ഗ്രാസ് ഓയിലോ ബീട്രൂട്ടോ ഒന്നും ചേർത്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് ഹണി വാക്സും തേങ്ങണ്ണയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു ക്രീമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് ഉറച്ചോളും. ഇത് രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് കൈവെള്ളയിലും കാൽപാദങ്ങളിലൊക്കെ തടവിക്കൊടുത്താൽ കാൽപാദങ്ങൾ വീണ്ടുകീറലും കൈവെള്ള വീണ്ടുകീറലും ഒക്കെ മാറിക്കിട്ടും. തേനീച്ചക്കൂട് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസിയായി ഒരുപാട് നല്ല ഗുണങ്ങളുള്ള നാച്ചുറൽ ലിപ് ബാം, മോയ്സ്ചറൈസർ, ഡ്രൈ സ്കിൻ റിപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുമാതിരി നിങ്ങൾക്ക് തേനീച്ചക്കൂട് കിട്ടുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആമസോണിലോ മറ്റോ കിട്ടുന്ന ഹണി വാക്സ് ഉപയോഗിച്ച് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ക്രീമും ലിപ് ബാമും തയ്യാറാക്കി നോക്കണേ. ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്റ്റുമായി ഇനിയും നിങ്ങളെ കാണുന്നതാണ്.